തള്ളല്ല കേട്ടോട്ടോ. ശരീരം അങ്ങോട്ട് പൊട്ടി കളിഞ്ഞാലേ ഒരു ദുർഗന്ധം വരാണ്ട് വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നും അത് പറ്റാതെ വരും. ഇന്നൊരാള് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അതിലോ എന്താണോ വർത്താനം, ഒരു പരിചയമില്ല. ആ വിളി കേട്ടപാട് എന്തോ ഒരു സ്നേഹബന്ധത്തിലുള്ള വിളി പോലെ. ഓൻ പറഞ്ഞ എന്താണെന്നറിയോ? ചങ്ക ആരെങ്കിലും വരുമ്പോ കുറച്ച് സ്പ്രേ കൊടുത്തായിക്കോളെ. അധികം ഇങ്ങനെ സ്പ്രേ 4 100 3 100 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചാടി കളിക്കണ്ടല്ലോ. ഇജിക്ക് കുറച്ച് സ്പ്രേ കൊടുത്തായിക്കോ. ഓന്റെ വോയിസ് കേട്ടപാട് ഓനക്ക് അങ്ങനെ ഒരു രോഗമുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, മുത്തണക്ക് ഞാൻ വരുമ്പോ കൊടുത്തയക്കാണ് അത്യാവശ്യം. അപ്പൊ എന്നോട് പറഞ്ഞു, അന്ത്രോ എനിക്ക് ക്യാൻസറാണ്, എന്റെ ഭാഗം കീറിയിരിക്കുകയാണ്, എന്റെ ദുർഗന്ധമുള്ള മണമാണ് എന്റെ ശരീരത്തിൽ വരുന്നത്. അതുകൊണ്ട് എന്റെ റൂമിലടിക്കാനും എന്റെ ബോഡിക്ക് അടിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് ചോദിച്ചത്. എന്തിനാണ് കൽബേജ് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ച പാട് എന്നോട് പറഞ്ഞു, മുത്തേ അത് വരാതിരിക്കാൻ വേർക്ക് നമ്മളൊക്കെ നല്ല അന്തസ്സായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ നമ്മളെ മണൊക്കെ ദുർഗന്ധ മണങ്ങളൊക്കെ നമ്മളെ കൂടപ്പറപ്പിങ്ങൾക്കൊന്നും പറ്റൂലടോ. മൂക്ക് പൊത്തിപ്പോകുമ്പോ സങ്കടം വന്നു പോയിന്ന്. ഇത് തള്ളല്ല കേട്ടോട്ടോ. റബ്ബിന്റെ പരീക്ഷണം വന്നു കഴിഞ്ഞാല് താങ്ങില്ല. ഇന്ന് ഞാനിരിക്കുന്നു, എന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. നാളെ നിങ്ങളെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. പക്ഷെ കൂടെ പറപ്പിങ്ങളോട് പറയാനുള്ളത്, മണം നിങ്ങൾക്കത് നല്ലൊരു സുഗന്ധമായിട്ട് വരും. എങ്ങനെയെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോ അവന് എന്തൊക്കെ നിങ്ങളെ സഹായിച്ചിരുന്നു, അവന് എങ്ങനെയൊക്കെ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാല് അവന്റെ ദുർഗന്ധം നിങ്ങൾക്ക് സുഗന്ധത്തിന്റെ മണമായിട്ട് തോന്നും. അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞത് മറക്കുന്നവരാച്ചാല് നിങ്ങൾക്കത് ദുർഗന്ധത്തിന്റെ മണം തന്നെ വരുള്ളൂ. എല്ലാവരുടെ സ്നേഹം മാത്രം.